വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മൾ ഇന്ന് നിൽക്കുന്നത് അമൃത യൂണിവേഴ്സിറ്റിയിലാണ്. അമൃതയുടെ അമൃതപുരിയിലുള്ള ക്യാമ്പസിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു ടെക് ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരുപാട് സൂപ്പർ കാർസും സൂപ്പർ ബൈക്സും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. ഈ കാണുന്ന ബെൻസ് എന്ന് പറയുന്നത് W204 C200 പറയുന്ന മോഡലാണ്. ഈ വണ്ടി ഫുള്ളി മോഡിഫൈ ചെയ്ത വണ്ടിയാണ്. എക്സോസ്റ്റും എഞ്ചിനും ഉൾപ്പെടെ എല്ലാം മോഡിഫൈ ചെയ്ത വണ്ടിയാണ്. അതുമാത്രമല്ല, ഈ മോഡിഫൈ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിയിലെ എക്സോസ്റ്റിൽ നിന്നും തീ വരുന്നതായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഞാൻ ഉറപ്പായിട്ടും ആ ഒരു വീഡിയോ ക്ലിപ്പ് ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്ന വണ്ടി എന്ന് പറയുന്നത് FJ Cruiser ആണ്. ടൊയോട്ടയുടെ FJ Cruiser ആണ് ഈ വണ്ടി എന്ന് പറയുന്നത്. ഈ വണ്ടി ഒരു ഇമ്പോർട്ടഡ് വെഹിക്കിൾ ആണ്. ദുബായിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തൊരു വണ്ടിയാണ്. അപ്പം ഈ ഒരു വണ്ടി ഇപ്പോൾ കറന്റ്ലി ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. ഈ വണ്ടിയുടെ എഞ്ചിന്റെ കാര്യം പറയുമ്പോൾ ഒരു V6 ആണ് ഈ വണ്ടി കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഈ വണ്ടി കുറച്ച് മോഡിഫൈ ചെയ്ത വണ്ടിയാണ്. കാരണം ഈ ഒരു സസ്പെൻഷൻ സെക്ഷനും അതുപോലെ തന്നെ വീൽസും എല്ലാം മൊത്തം മോഡിഫൈ ചെയ്തിട്ടാണ് ഇപ്പോൾ വണ്ടി കാണാൻ സാധിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ മേളിലെ ഒരു ബാർ ലൈറ്റും ഫ്രണ്ട് ലൈറ്റും മറ്റു കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ ചെയ്തപ്പോൾ ഉണ്ട്. ഇതെല്ലാം ദുബായിൽ തന്നെ ചെയ്തതാണ്. ഈ കാണുന്ന ഒരു ML 350 ആണ്. ഡീസൽ വണ്ടിയാണ് ഈ വണ്ടി. പെയിന്റ് ഫുൾ ചെയ്തപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ അലോയ്സിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. അങ്ങനെ കുറേ മോഡ് മാത്രമാണ് ഈ വണ്ടിക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തൊട്ട് സൈഡിൽ കാണുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു സിവിക് ആണ്. സിവിക് എന്ന് പറയുമ്പോൾ അത് മൊത്തത്തിൽ മോഡിഫൈ ചെയ്ത വണ്ടിയാണ്. അലോയിൽ ഉൾപ്പെടെ ലോവർ ചെയ്ത് ബോണറ്റ് മാറ്റി, ഹെഡ് ലാംപ്സ് മാറ്റി, അതുപോലെ തന്നെ വിങ് ടൈപ്പ് ഡോർസ് ഒക്കെ ആഡ് ചെയ്ത് ഉള്ള ഒരു ഓപ്ഷനിൽ മൊത്തത്തിൽ ട്യൂൺ ചെയ്തൊരു വണ്ടിയാണ്. ഇന്റേണലിയും ട്യൂൺഡാണ്, അതുപോലെ തന്നെ എക്സ്റ്റേണലി മോഡിഫൈ ചെയ്തൊരു വണ്ടിയാണ് ഈ കിടക്കുന്ന ഈ ഒരു സിവിക് എന്ന് പറയുന്നത്. അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഒരു ഫോർഡ് മസ്റ്റാങ് ആണ്. സംഭവം ഈ ഒരു എക്സ്പോയിലെ ഐക്യാച്ചിയായിട്ടുള്ള വണ്ടികളിൽ ഒരു വണ്ടിയാണ് ഈ പറയുന്ന ഫോർഡ് മസ്റ്റാങ് എന്ന് പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇതിന്റെ എക്സോസ്റ്റ് നോട്ട് തന്നെയാണ്. കാരണം ഒരു V8 എഞ്ചിനിൽ നിന്നും ഉണ്ടാകുന്ന എക്സോസ്റ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ അത് ഗംഭീരമാണ്. അത് മാത്രമല്ല, ആ ഒരു എക്സോസ്റ്റ് നോട്ടിലൂടെ ഒരു എക്സോസ്റ്റ് ഫയറും ഉണ്ടാകുന്നുണ്ട്. അത് ഗംഭീരമായിട്ടുള്ള ഒരു ഫയർ എക്സിറ്റ് ആണ് ഈ വണ്ടിയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത് തന്നെ ഈ ഒരു വണ്ടിയുടെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെയാലും ആ വീഡിയോ ഈ ഒരു ക്ലിപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും, ഉറപ്പായിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. കാരണം അത് ഗംഭീരമായൊരു കാഴ്ചയാണത്. ഈ കാണുന്നത് സുസുക്കി ഹയാബുസയാണ്. സംഭവം ഇവിടെ ഡിസ്പ്ലേക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. അത് ഒരുപാട് പരിപാടികളൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഡിസ്പ്ലേ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ സ്റ്റോക്ക് വണ്ടിയാണ്. ഒരുപാട് ആൾട്രേഷൻസോ മോഡിഫിക്കേഷനോ ഒന്നും ചെയ്യാത്തൊരു വണ്ടിയാണ്. അപ്പം ഈ കാണുന്ന വെച്ചാൽ ലെംബോർഗിനി അവന്റിഡോർ ആണ്. സംഭവം നമ്മുടെ ലുക്കാസിന്റെ വണ്ടിയാണ്. നേരത്തെ ഈ വണ്ടി ഒരു റെഡ് കളർ ആയിരുന്നു, പിന്നീട് ഇത് ഒരു റാപ്പ് ചെയ്ത് ഗ്രീൻ ആക്കിയതാണ്. ഒരു 6500 cc 12 സിലിണ്ടറുള്ള ഒരു എഞ്ചിനാണ് ഈ വണ്ടിക്ക് വരുന്നത്. അപ്രോക്സിമേറ്റ്ലി ഒരു 690 bhp അതുപോലെ തന്നെ ഒരു 720 ടോർക്കുമാണ് ഈ വണ്ടിക്ക് വരുന്നത്. ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് BMW M2 കോമ്പറ്റീഷൻ ആണ്. ഒരു ഇൻലൈൻ 6 സിലിണ്ടർ 3.0 ടിൻ ടർബോ എഞ്ചിനാണ് ഈ വണ്ടിക്ക് വരുന്നത്. ഒരു 405 bhp അതുപോലെ തന്നെ 550 Nm ടോർക്കുമാണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു വണ്ടി ഇപ്പോൾ റാപ്പ് ചെയ്ത് ക്ലിയർ കോട്ട് ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഈ കാണുന്ന വണ്ടി എന്ന് പറയുന്നത് ഡോജിന്റെ ചലഞ്ചർ ആണ്. ഒരു 6.4 ലിറ്റർ V8 സൂപ്പർ ചാർജർ എഞ്ചിനാണ് ഈ വണ്ടിക്ക് വരുന്നത്. ഇതൊരു ഇമ്പോർട്ടഡ് വണ്ടിയാണ്. ദുബായിൽ നിന്നും ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തൊരു വണ്ടിയാണ്. നമുക്ക് നമ്പർ പ്ലേറ്റ് കണ്ടാൽ മനസ്സിലാവുന്നതാണ്. ഈ കാണുന്ന വണ്ടിയെല്ലാം വന്നിരിക്കുന്നത് ക്ലബിംഗ് ഓൺ വീൽസ് വഴിയാണ് ഈ ഒരു വണ്ടികളെല്ലാം വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്യുന്നത് ക്ലബിംഗ് ഓൺ വീൽസ് ആണ്. ഈ ഒരു വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. കാരണം മസിൽസ് കാർസിന്റെ എക്സോസ്റ്റ് നോട്ട് അത് ഗംഭീരമാണ്. അത് പ്രത്യേകിച്ച് ഡോജിന്റെ ചാലഞ്ചറിന്റെ വണ്ടിയുടെ എന്ന് വെച്ചാൽ അത് ഗംഭീരമായ ഒരു സൗണ്ടാണ് നമുക്ക്
കേൾക്കാൻ പറ്റുന്നത്. ഉറപ്പായിട്ടും ഞാൻ ഈ വീഡിയോയിൽ അറിയുന്നതായിരിക്കും. ഈ കാണുന്നത് ടൊയോട്ട തുന്ദ്രയാണ്. ഇതൊരു ഇമ്പോർട്ടഡ് വണ്ടിയാണ്. ദുബായിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തൊരു വണ്ടിയാണ്. ഇതിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ എഞ്ചിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു 5.7 V8 എഞ്ചിനാണ് ഈ വണ്ടിക്ക് വരുന്നത്. സ്റ്റോക്കിൽ തന്നെ 381 bhp ആണ് ഈ വണ്ടിക്ക് വരുന്നത്. പക്ഷേ ഈ വണ്ടി ട്യൂൺഡാണ്. ട്യൂൺ എന്ന് പറയുമ്പോൾ എഞ്ചിൻ ട്യൂണാണ്. എക്സോസ്റ്റ് മാറ്റിയിട്ട് ഫുൾ സിസ്റ്റം മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ സസ്പെൻഷൻ മാറ്റിയിട്ടുണ്ട്, ടയേഴ്സ് മാറ്റിയിട്ടുണ്ട്. നല്ലവണ്ണം ഇതിനകത്ത് പണിഞ്ഞാണ് ഈ വണ്ടി ഇവിടെ ഇറക്കിയേക്കുന്നത്. ഈ ഒരു വണ്ടിയുടെ സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. കാരണം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ വണ്ടി എന്ന് പറയുന്നത് ബെൻസിൻ്റെ ഇ ക്ലാസ് ആണ്. W124 മോഡലാണ് ഈ വണ്ടി. ഈ വണ്ടി കുറച്ചധികം പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ബെൻസിൻ്റെ ഇ ക്ലാസ് ലൈനപ്പിലെ 5th ജനറേഷൻ വണ്ടിയാണ്. ഈ ജാസ് എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കുറേയൊക്കെ ട്രെൻഡായ വണ്ടിയാണ്. ഇതിൻ്റെ പെയിൻറ്റും അതുപോലെ തന്നെ ഹെഡ്ലൈറ്റും പിന്നെ വണ്ടി ലോവർ ചെയ്ത് ആ ലെവലൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ അതുപോലെ തന്നെ സ്പീക്കേഴ്സുമാണ് ഈ വണ്ടിയുടെ ആകർഷണം എന്ന് പറയുന്നത്. ഈ ഒരു സിവിക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഇതൊരു വണ്ടി മോഡിഫൈ ചെയ്ത വണ്ടി തന്നെയാണ്. കളർ സ്കീം മാറി അതുപോലെ തന്നെ അലോയിൽ സൈസ് കൂട്ടി ലോവർ ചെയ്ത് അതുപോലെ തന്നെ ആ ഒരു വിങ്സ് ഡോറൊക്കെ വെച്ചൊരു വണ്ടിയാണ്. ഈ കാണുന്ന വണ്ടി എന്ന് പറയുന്നത് ടാറ്റ സിനോൺ ആണ്. ഇതൊരു പിക്കപ്പാണ്. പിക്കപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ പിക്കപ്പ് ഒരു ലൈഫ് സ്റ്റൈലിൽ ക്ലിക്ക് ആകാത്തതുകൊണ്ട് തന്നെ ഈ വണ്ടി വന്നിട്ട് ക്ലിക്കായില്ല. പക്ഷേ ഈ വണ്ടി ഇപ്പോൾ കുറേ അധികം മോഡിഫിക്കേഷൻ ചെയ്തൊരു വണ്ടിയാണ്. ഈ കാണുന്നത് പറഞ്ഞൊരു പോളോ GT ആണ്. ഇതെന്ന് വെച്ചാൽ പെയിന്റ് മാറി അതിൻ്റെ ഫുഡ് മാറി അതുപോലെ ലൈറ്റ് മാറി കുറച്ചധികം മോഡ് ചെയ്ത വണ്ടിയാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന അക്കോർഡ് എന്ന് പറയുന്നത് ലോവർ ചെയ്ത് അലോയിൽ സൈസ് കൂട്ടിയിട്ട് എൻജിൻ ട്യൂൺ ചെയ്തൊരു വണ്ടിയാണ്. അതുപോലെ തന്നെ തൊട്ട് സൈഡിൽ കാണുന്നതാണ് ഹോണ്ട സിറ്റി ആണ്. സംഭവം അതും ട്യൂൺ ചെയ്ത വണ്ടിയാണ്. നല്ലോണം ട്യൂൺ ചെയ്ത് ലോവർ ചെയ്തൊരു വണ്ടിയാണ്. സംഭവം എക്സോസ്റ്റ് നോട്ടും ഇതിൻ്റെ കുറച്ചും കൂടെ ഒരു അഗ്രസീവായ എക്സോസ്റ്റ് നോട്ടാണ്. ഈ കാണുന്നതെന്ന് പറഞ്ഞത് 5 സീരീസ് ആണ്. 5 സീരീസിന് ഒരു എമ്മിൻ്റെ കിറ്റ് കയറ്റിയേക്കുന്ന വണ്ടിയാണ്. ഈ കാണുന്ന വണ്ടി എന്ന് പറയുന്നത് മസ്ഡയുടെ MS3 എന്ന് പറഞ്ഞ മോഡലാണ്. എന്ന് പറയുന്നത് 2 ഡോർ കൂപ്പെ വണ്ടിയാണ്. ചെറിയ എഞ്ചിനോട് കൂടിയാണ് ഈ വണ്ടികൾ വന്നിരുന്നത്. അത് മാത്രമല്ല ഇന്ത്യയിൽ വളരെ റെയറായിട്ട് കാണാൻ പറ്റുന്ന വണ്ടിയാണ് ഈ MS3 എന്ന് പറയുന്ന മസ്ഡയുടെ വണ്ടികൾ. അതുമാത്രമല്ല ഇപ്പോൾ ഇതൊക്കെ വലിയ കളക്റ്റബിൾ വണ്ടികളുമാണ്.